ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും STP Media and Tech എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം തിയേറ്ററിൽ ഒരു MP3 ബോർഡ്, MP3 ബ്ലൂടൂത്ത് ബോർഡ് സെറ്റ് ചെയ്യലും, പിന്നെ ഉള്ളിലേക്ക് ഇതിൻ്റെ സറൗണ്ട് ബോർഡ് മാറ്റാണ്. പിന്നെ സാധാ സറൗണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു റിമോട്ട് വെച്ച് വർക്ക് ചെയ്യുന്ന ഹോം തിയേറ്ററാണ്. അപ്പോൾ ഇതിലത്തെ ബോർഡ് ചേഞ്ച് ചെയ്യണം. ബോർഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ബോർഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പുതിയ ബോർഡ് നമ്മളിതിൽ സെറ്റ് ചെയ്യണം. ശക്തി കമ്പനിയുടെ പ്രോലോജിക് ബോർഡ് ഇതിൽ സെറ്റ് ചെയ്യണം. കാരണം ഇതാണ് ബോർഡ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമുക്കിത് സ്ക്രൂ ഒക്കെ അഴിച്ചിട്ട് ഇതിൻ്റെ ബാക്ക് പാനൽ അഴിച്ചെടുക്കാം. ഓൾറെഡി ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സ്ക്രൂ വെച്ചിട്ടുള്ളൂ. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഹോം തിയേറ്ററിൽ ഈ ബോർഡ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഹോൾ ഇടാൻ പോവാണ്. ഹോൾ ഇട്ടാൽ മാത്രം പോരാ, നമുക്കത് ഹോൾ ഇട്ട് കഴിഞ്ഞ് ഈ USB ബോർഡ് പാനൽ ഫിറ്റ് ചെയ്തതിനു ശേഷം ഗ്ലൂ ഗൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കത് ലീക്ക്, അതായത് എയർ ലീക്ക് ഇല്ലാത്ത തരത്തിൽ നമുക്കത് ചെയ്തെടുക്കണം. എന്നാലേ അത് സബ് വൂഫർ അടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ, ചിലമ്പിൽ വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. USB പാനൽ ഫിറ്റ് ചെയ്യാനുള്ള ഹോൾ ഇട്ടു. ഇനി നമുക്ക് ഇതിൽ USB പാനൽ ഫിറ്റ് ചെയ്യാം. USB പാനൽ ഫിറ്റ് ചെയ്യണം. പാനൽ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ, ഫിറ്റ് ചെയ്യണം, സ്ക്രൂ ചെയ്യണം. പിന്നെ ഉള്ളിൽ നമുക്ക് പ്രോലോജിക് ബോർഡ് നമുക്ക് എന്തായാലും ഇതിൻ്റെ ബോർഡിൻ്റെ ഒപ്പം ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം പ്രോലോജിക് ബോർഡ് നമുക്ക് ഈ ഉള്ളിലെ ബോക്സിനകത്ത് നമുക്ക് പ്രോലോജിക് ബോർഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ പ്രോലോജിക് ബോർഡ് വയറിംഗ് എല്ലാം ചെയ്തതിനു ശേഷം നമുക്ക് പ്രോലോജിക് ബോർഡ് ഇതിനകത്ത് സെറ്റ് ചെയ്യണം. ഈ പ്രോലോജിക് ബോർഡ് എങ്ങനെയാണ് വയറിംഗ് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശക്തി പ്രോലോജിക് ബോർഡിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇതെങ്ങനെയാണ്, ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം, ഈ ബോർഡ് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കി കണക്ഷൻസ് എല്ലാം കൊടുക്കാം. അപ്പോൾ USB പാനൽ നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഹോം തിയേറ്ററിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി നമുക്ക് ശക്തിയുടെ പ്രോലോജിക് ബോർഡ് ഇതിൽ കണക്ഷൻ കൊടുക്കാം. ഇതിനകത്ത് വരുന്ന ബോർഡ് ട്രാൻസ്ഫോമറുണ്ട്. ഇത് ഔട്ട്പുട്ട് വരുന്നത് 12 ആണ്, 2.5 ആംപിയർ. ഇതാണ് ഇതിൻ്റെ ഡീകോഡർ ബോർഡ്, അതായത് ഈ റിമോട്ട് കിറ്റ് വഴി ഇതിനെ നിയന്ത്രിക്കുന്ന ബോർഡ്. അപ്പോൾ ഈ ബോർഡാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ശക്തി പ്രോലോജിക് ബോർഡിൽ കണക്ഷൻസൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇതാണ് ഇൻപുട്ട്. നമ്മുടെ USB ബോർഡിൽ നിന്ന് വരുന്ന ഇൻപുട്ടാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് പോകുന്ന 5 ചാനലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഇത് ലെഫ്റ്റ് ചാനൽ, ഫ്രണ്ട് ലെഫ്റ്റ്, ഇത് ഫ്രണ്ട് റൈറ്റ്, ഇത് സബ് ഓഫ് ഔട്ട്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ. ഇത് ഇതിൻ്റെ പവർ സെക്ഷൻ, പവർ കണക്ഷനാണ് ഇത് വരുന്നത്. പവർ ഇൻപുട്ട് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് മൈനസ്, ഇത് ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കുന്ന പവർ 12 ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കണക്ഷൻസിലേക്ക് കിടക്കാം. ഇതിൽ നിന്ന് നമ്മൾ നേരെ ഔട്ട് കൊണ്ടുപോയിട്ട് വോളിയം കൺട്രോളർ കൊടുക്കും. അവിടെ നിന്ന് നേരെ വോളിയം കൺട്രോളിൽ നിന്നും ഔട്ട് നേരെ നമ്മൾ പവർ ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുക്കും. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിയും. അപ്പോൾ നമുക്ക് അടുത്ത വോളിയം കൺട്രോൾ കണക്ട് ചെയ്താൽ. അപ്പോൾ നമ്മൾ ഈ ഹോം തിയേറ്ററിൽ പ്രോലോജിക് ബോർഡ് മാത്രമല്ല, പവർ ആംപ്ലിഫയർ ബോർഡും കൂടി പുതിയത് വയ്ക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡ് ഈ കാണുന്ന ആംപ്ലിഫയർ ബോർഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ ആംപ്ലിഫയർ ബോർഡ് നമ്മൾ മാറ്റിയിട്ട് പുതിയൊരു ബോർഡ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്.
ഇതാണ് പുതിയ ബോർഡ്. ഇത് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ ഒരു ഓഡിയോ ബോർഡാണ്. 7IC വെച്ചിട്ടുള്ള 5.1 പവർ ആംപ്ലിഫയർ ബോർഡാണ്. ഈ ബോർഡിനെ പറ്റിയുള്ളൊരു റിവ്യൂ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബോർഡാണ് ഇനി ഇതിൽ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോർഡിൽ കണക്ഷൻ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബോർഡിൽ കണക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നോക്കി കാണാം, 12 വോൾട്ട് ഡുവൽ സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് സബ് ഓഫറിൻ്റെ ഇൻപുട്ട്, സബ് ഓഫറിൻ്റെ സ്പീക്കർ ഔട്ട്, ഇത് സെൻട്രൽ സ്പീക്കർ ഔട്ട്, ഇത് സെൻട്രൽ ഇൻപുട്ട്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട്, ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട്, ബാക്കി ഫ്രണ്ട് സ്പീക്കർ, റിയർ സ്പീക്കർ. അപ്പോൾ എല്ലാ കണക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായി നമുക്ക് ഇതിൽ വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻസും കൂടി ഒന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ വോളിയം കൺട്രോളർ കണക്ഷൻസ്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സബ് ഓഫർ, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ, ഇങ്ങനെ 4 കണക്ഷൻസാണ്, 4 കൺട്രോൾസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാസ് ട്രിബിൾ നമ്മൾ ഒരു നിശ്ചിത ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ബോക്സിനകത്ത് തന്നെ സെറ്റ് ചെയ്യണം. പുറത്ത് വെച്ചിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് പുറത്ത് വയ്ക്കാൻ സ്ഥലമില്ല. അത് കാരണം നമ്മൾ ഉള്ളിൽ അത് കറക്റ്റ് അതിൻ്റെ ഒരു ലെവൽ കറക്റ്റാക്കിയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബോർഡുകളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു USB പാനലും അതിൽ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ആണ്. നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ ഇതിൽ കണക്ഷൻസ് എങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അതിൻ്റെ കൺട്രോൾസ് എങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ കൺട്രോൾസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കൺട്രോൾസ്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സബ്, സറൗണ്ട് സെൻറ്റർ. പിന്നെ നോർമലായിട്ട് നമുക്കൊരു ഓക്സ് ഇൻപുട്ട് മാത്രമേ ഇതിൽ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ. 5.1 DVD ഇൻപുട്ട് നമ്മളിതിൽ കൊടുത്തിട്ടില്ല. പിന്നെ നോർമൽ കാണുന്ന മാതിരി സ്പീക്കർ ഔട്ട്പുട്ട്, ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ, ഇത്ര സ്പീക്കർ ഔട്ട്പുട്ടാണ് ഇതിലുള്ളത്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം.